രാത്രിയിൽ ഡിന്നർ കഴിക്കാൻ വന്നതാണ് എമിയും കാർത്തികയും. ദേവിക അവരെ കണ്ടതും ശല്യങ്ങൾ, മനസമ്മതത്തോടെ ഫുഡ് കഴിക്കാനും സമ്മതിക്കില്ല. അതും പറഞ്ഞ് കഴിപ്പ് മതിയാക്കി ദേവിക അവിടെ നിന്നും എഴുന്നേറ്റു. അവർക്കറിയില്ലല്ലോ ഈ രണ്ടെണ്ണത്തിനും ഇത് രോമത്തിൽ പോലും തട്ടില്ല എന്നുള്ള കാര്യം. ദേവിക പോയതും കാർത്തിക സമാധാനം എന്ന് തൊഴുത് കാണിച്ചു. അപ്പോഴാണ് അവിടേക്ക് അർജുൻ വന്നത്. ഞാൻ രണ്ടാളോടും പിണക്കമാണ്. അർജുൻ പറഞ്ഞത് കാർത്തികയുടെ ആണെങ്കിലും കണ്ണുകൾ എമിയിലായിരുന്നു. എന്താ അർജുനേട്ടാ, ഞങ്ങൾ എന്നതാ ചെയ്തത്? അതോ രണ്ടാളും ഫുഡ് കഴിക്കാൻ വന്നിട്ട് എന്നെ വിളിച്ചിട്ടില്ല? അർജുൻ്റെ പറച്ചിൽ കേട്ടതും എമി ഇടങ്ങണ്ണിട്ട് അർജുൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ തന്നെ ചെക്കൻ എമിയെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു. എമി കണ്ണുവെട്ടി കാണിച്ചതും ആഹാ, നീ അത്രയ്ക്കായോ? അതും പറഞ്ഞ് അവൻ ഉമ്മ വയ്ക്കുന്നത് പോലെ കാണിച്ചു. ചെക്കൻ്റെ പ്രവൃത്തിയിൽ എമി കാർത്തികയെ പിടിച്ച് അവൻ്റെ അടുക്കള ഇരുത്തി. അത് ചെക്കനൊട്ടും ഇഷ്ടമായില്ല എന്ന് മാത്രമല്ല, അർജുൻ എന്തൊക്കെയോ കഴിച്ചു എന്ന് വരുത്തി അവിടെ നിന്നും എഴുന്നേറ്റു. കഴിക്കുന്നതിനിടയിലും ഒരു നോട്ടം കൊണ്ട് പോലും അർജുൻ എമിയുടെ ഭാഗത്തേക്ക് നോക്കിയതേയില്ല. അത് അവൾക്ക് വളരെയധികം സങ്കടമുണ്ടാക്കി. കാർത്തിക എമിയുടെ മുഖത്തേക്ക് നോക്കി, നിനക്ക് ഇത് തന്നെ വേണം? അതിന് നീയല്ലേ ഓരോന്ന് പറഞ്ഞ് എന്നെ വട്ടാക്കിയത്? അല്ലേ, എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നീ എന്നെ പിടിച്ചിടുന്നു ഇതിലേക്ക്? ഒന്ന് പോടി, എനിക്ക് ശേഖരൻ സാറിന് മെഡിസിനും ഫുഡും കൊണ്ടുപോയി കൊടുക്കാനുള്ളതാ. നീ ചെന്ന് അർജുനേട്ടൻ്റെ പിണക്കം മാറ്റാൻ നോക്ക്, പിന്നെ കിടന്ന് കരയാതെ. ഡീ, എന്തോ ആലോചിച്ച് നിൽക്കുക? പോടി, പോയി ഒരു സോറി പറഞ്ഞിട്ട് വാ. ഞാൻ പോകുക. അത് പറഞ്ഞ് കാർത്തിക ശേഖരൻ്റെ റൂമിലേക്ക് പോയി. എമി മടിച്ച് അർജുൻ്റെ റൂമിൻ്റെ വാതിൽ മുട്ടി. അവൻ അത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് ചെക്കൻ അവളുടെ ക്ഷമ പോകുന്നത് വരെ റൂമിൻ്റെ വാതിലിൽ തന്നെ അങ്ങനെ നിലയുറപ്പിച്ചു. എമി വാതിൽ ചാരി നിന്നു. അവനോടെ പറഞ്ഞു, ഞാൻ പോകുക. എത്ര വിളിച്ചു? അത് കേട്ടതും അർജുൻ റൂമിൻ്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു. ഒറ്റ വലിക്ക് എമിയെ അകത്തേക്ക് വലിച്ചിട്ട്, എവിടേക്കാടി പോകുന്നേ? നീ എന്നെ വിട്ടിട്ട് പോകുമോ? നീ എന്താ അവിടെ കാണിച്ചത്? ഇപ്പോഴത്തേക്ക് ഞാനതൊക്കെ ക്ഷമിച്ചിരിക്കുന്നു കേട്ടല്ലോ. അതും പറഞ്ഞ് അർജുൻ എമിയെ ഇരു കൈകൾ കോരിയെടുത്തു. എമി ബെഡിലേക്ക് നോക്കിയതും കാണുന്നത് സുഖമായി കിടന്നുറങ്ങുന്ന കുഞ്ഞിനെയാണ്. അർജുൻ അവളെയും കൊണ്ട് നേരെ പോയത് ബാൽക്കണിയിലേക്കാണ്. അവിടെ കൊണ്ടു ചെന്നതും അവളെ അവൻ പതിയെ താഴെയായി ഇറക്കി. അവിടെയായി അവൾ നിർത്തിയതിന് ശേഷം അവളുടെ പുറകിൽ നിന്നും കൈകടത്തി അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവൻ്റെ ദേഹത്തേക്ക് അവളെ അർജുൻ വലിച്ചു ചേർത്തു. നീ എൻ്റേതാണ്, ഞാൻ നിൻ്റെയും. അത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത വാക്കാണ്. അങ്ങനെയുള്ളപ്പോൾ നീ എപ്പോഴും എൻ്റെ ഒപ്പം കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടേക്കാണ് നീ ഇന്ന് കാർത്തികയെ പിടിച്ചിരുത്തിയത്. അവൾ എനിക്കെൻ്റെ സ്വന്തം പെങ്ങളെപ്പോലെയാണ്. നിനക്ക് എന്താ പറ്റിയത്? പറ, എന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ട്. എമി കാർത്തിക പറഞ്ഞ കാര്യങ്ങളെല്ലാം അർജുന് പറഞ്ഞു കേൾപ്പിച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതും അർജുൻ എമിയോടെ തിരക്കി, നിനക്ക് എന്ത് തോന്നുന്നു അതിന്? എമി ഒരു കരച്ചിലിൻ്റെ അകമ്പടിയോടെ അർജുനെ വരിഞ്ഞു മുറുക്കി കെട്ടിപ്പിടിച്ചു. അർജുൻ്റെ ചുണ്ടും നാവും എമിയുടെ മുഖം മുഴുവൻ ഓടി നടക്കാൻ തുടങ്ങി. എമിയുടെ ചുണ്ട് രണ്ടും അർജുൻ വലിച്ചു നുണയാൻ തുടങ്ങി. അർജുൻ്റെ പല്ലും നാവും നൽകുന്ന അനുഭൂതിയിൽ എമി സർവ്വതും മറന്ന് അങ്ങനെ നിന്നു. ശ്വാസം വിലങ്ങുതടിയായതും മനസ്സോടെ അർജുൻ എമിയിൽ നിന്നും അകന്നു നിന്നു. രണ്ടാളും നന്നേ കിതയ്ക്കുന്നുണ്ടായിരുന്നു. എമിയുടെ പിറകിൽ നിന്നും അർജുൻ അവളെ ഇറകെ പുണർന്നു. എമി അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. എമി, ഞാൻ എത്രയും വേഗം നിന്നെ കെട്ടും. എനിക്ക് നിന്നെ ഇങ്ങനെ ദൂരെ നിന്നുമല്ല കാണേണ്ടത്, ഇങ്ങനെ എൻ്റെ തൊട്ടടുത്ത് നീ ഉണ്ടാവണം. എനിക്ക് നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. എപ്പോഴും നീ എൻ്റെ ഒപ്പം വേണമെന്ന് തോന്നുക. നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്. അച്ഛനൊന്ന് ഓക്കെ ആകട്ടെ. എന്നിട്ട് അച്ഛനെയും കൂട്ടി ഞാൻ വരും. നിൻ്റെ ഇച്ഛായന്മാരോട് നിന്നെ എനിക്ക് തരുമോ എന്ന് ചോദിക്കാൻ. കാർത്തിക ആദ്യമായിട്ടാണ് ശേഖരൻ്റെ റൂമിലേക്ക് പോകുന്നത്. കാർത്തിക ഡോറിൻ്റെ ഹാൻഡിൽ പിടിച്ച് തിരിച്ചു. റൂം തുറന്നു. അപ്പോൾ
അത് ശരി, എന്താ ഇവിടെ പരിപാടി? താഴേക്ക് കണ്ടില്ല. ശേഖരൻ ഡയറി എഴുതുന്നത് മാറ്റിവെച്ചു. കാർത്തികയുടെ മുഖത്തേക്ക് നോക്കി. എന്താ നീ ഇങ്ങോട്ടേക്ക് വന്നേ? ഇതൊക്കെയായിട്ട്? ഇന്ന് വയ്യ കുട്ടി, ഒട്ടും വയ്യ, ഒരു തളർച്ച പോലെ. എന്താ എന്നറിയില്ല. വാ ഇരിക്കേ. അതും പറഞ്ഞ് ശേഖരൻ അവിടെയുള്ള സോഫ കാർത്തികയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ശേഖരൻ കാർത്തികയെ കൊണ്ടുവന്ന കഞ്ഞി കോരി കുടിക്കാൻ തുടങ്ങി. എവിടെയാ അങ്കിൾ? അല്ല, അച്ഛൻ്റെ മെഡിസിൻ വെച്ചിരിക്കുന്നത്. അതും ചോദിച്ച് കാർത്തിക അവിടെ നിന്നും എഴുന്നേറ്റു. കാർത്തികയ്ക്ക് ശേഖരൻ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ വാൾഡ്രോബ് കാട്ടിക്കൊടുത്തു. കാർത്തിക അവിടേക്ക് നടക്കാൻ തുടങ്ങിയതും എന്തോ അവളുടെ കണ്ണിലുടക്കിയതുപോലെ അവൾ ഒരു നിമിഷം അവിടെ അങ്ങനെ നിന്നു. മുഖമുയർത്തി അവൾ ചുമരിൽ മാലയിട്ട് വെച്ചിരിക്കുന്ന ഫോട്ടോയിലേക്ക് നിറഞ്ഞ മിഴികളോടെ അങ്ങനെ നോക്കി നിന്നു. കാർത്തിക പുറംതിരിഞ്ഞ് നിറഞ്ഞ മിഴികളോടെ ചോദ്യഭാവത്തിൽ ശേഖരൻ്റെ മുഖത്തേക്ക് നോക്കി. ഓ, അതാണോ? അതാണ് എൻ്റെ രേവു, എൻ്റെ ഭാര്യ രേവതി ശേഖരൻ. കാർത്തികയ്ക്ക് അവളുടെ തല കറങ്ങുന്നത് പോലെ തോന്നി. ചുറ്റുമുള്ളതിനെയെല്ലാം അവൾക്ക് ഒരു നിമിഷം ഇല്ലാതെ ആയ പോലെ തോന്നിപ്പിച്ചു. ശേഖരൻ പറയുന്നതോ വിളിക്കുന്നതോ വകവയ്ക്കാതെ കാർത്തിക റൂം വിട്ടിറങ്ങി. എങ്ങനെയൊക്കെയോ താഴെയുള്ള റൂമിൽ കയറി വാതിൽ ചാരി ഓടുന്ന് താഴേക്കിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. എല്ലാം കണ്ടുകൊണ്ട് അവിടെ നിന്ന് എമി ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ തറഞ്ഞു നിന്നുപോയി. എമി പാഞ്ഞു വന്ന് തറയിലായിരുന്ന കാർത്തികയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്താടി, എന്തു പറ്റി? അമ്മ, എൻ്റെ അമ്മ അവിടെ. ഡീ, നിനക്ക് എന്താ പറ്റിയത് എന്നല്ലേ ചോദിച്ചത്? കാർത്തിക എമിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. കാർത്തികയുടെ പോക്ക് നോക്കി നിന്ന അർജുൻ കാർത്തികയെ നോക്കി താഴേക്ക് വന്നതായിരുന്നു ഇതേ സമയം. ഡീ, നിന്നോടല്ലേ ചോദിച്ചത്?